ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മളിപ്പോൾ കേൾക്കുന്ന ഈ വചനത്തിന്, മുമ്പേ പറഞ്ഞ ഈ വചനത്തിന് നമ്മുടെ ജീവിതവുമായി ഒത്തിരി ബന്ധമുണ്ട്. യേശു എന്നെ കൈ നീട്ടി തൊടും. ആമേൻ. ഇത് ഞാൻ പറയാതെ തന്നെ പലരുടെ അനുഭവമായി മാറും. പലരും ഇടപെട്ടിട്ട് നമുക്ക് വലിയ ഗുണമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ദൈവം, യേശു നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പം അത് വിടുതലായി മാറിയിരിക്കും. എനിക്ക് കിട്ടിയ ഈ സമയം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇതൊരു കൺവെൻഷൻ്റെ ആദ്യ ദിവസമാണ്. ഈ ദിവസം കേൾക്കുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം മുതലുള്ള ഒരു വാക്യമാണ് ശ്രദ്ധിക്കുന്നത്. ഈ വാക്യം എത്ര പറയാൻ പറ്റുമോ അത്രേ പറയത്തുള്ളൂ. സ്പീഡിൽ പറയില്ല. കാരണം ഇതൊക്കെ നമ്മളെല്ലാവരും കേട്ടവരാണ് ഈ വചനങ്ങളൊക്കെ. പക്ഷേ ഈ വചനം നമ്മളിൽ അരിച്ചരിച്ചരിച്ചിറങ്ങിച്ചെല്ലണം. അതെൻ്റെ ഒരു നിയോഗമാണ്. ദൈവം എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണത്. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദിച്ചു വാങ്ങിയതുമാണ്. ആ ഒരു ധൈര്യമാണ് എൻ്റേത്. ഇവിടെ പ്രസംഗിക്കാൻ നിൽക്കുന്ന ധൈര്യം, ദൈവം എനിക്ക് ആ ശുശ്രൂഷ തന്നു എന്നുള്ള ധൈര്യമാണ് എൻ്റെ ധൈര്യം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, അതിൻ്റെ ഹെഡിങ് എന്നറിയാമോ? മോശയെ ദൈവം വിളിക്കുന്നു എന്നാണ്. ഇതിന് ഞാൻ എന്തിനിവിടെ പ്രസംഗിക്കണമെന്ന് ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇത്രമാത്രം പ്രസംഗിക്കാനുള്ള വിഷയം ഒന്നും അതിനകത്തില്ലെന്ന്. മോശയെ ദൈവം വിളിച്ചു. നമ്മളൊക്കെ ഇത് കൊച്ചുകുട്ടികൾക്ക് വരെയും ഇത് സുപരിചിതമാണ്. പക്ഷേ ഇതൊക്കെ വലിയ വലിയ ദൈവത്തിൻ്റെ ഉത്തരങ്ങളാണ്, അടയാളങ്ങളാണ്. 3-ാം അധ്യായം വായിക്കുന്നതിന് മുമ്പ് 22-ാം അധ്യായം 23-ാമത്തെ വാക്യം എന്നറിയാമോ? ഞാൻ വായിച്ചു കേൾക്കുന്നത് നിങ്ങളുടെ ചെവികളിലെങ്കിലും ഒന്ന് അത് മുഴങ്ങട്ടെ. ആ വാക്യം ഇങ്ങനെയാണ്: കുറേ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് അങ്ങ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പെട്ട് നിലവിളിച്ചു. മനസ്സിൽ പ്രാർത്ഥിച്ചു എന്നല്ല കേട്ടോ, പിന്നെ എങ്ങനെ പ്രാർത്ഥിച്ചു? നെടുവീർപ്പെട്ട് നിലവിളിച്ചു. ഭയങ്കര ഒരു പ്രാർത്ഥനയാണ്. എന്താ അവർ പ്രാർത്ഥിക്കാൻ കാരണം? അവരൊത്തിരി പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുക്കായിരുന്നു. ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ പ്രശ്നത്തിലുള്ളവർ, പ്രതിസന്ധിയിലുള്ളവർ, പ്രയാസത്തിലുള്ളവർ? എല്ലാവരും ശ്രദ്ധിക്കണം. കാണുമ്പോൾ ആർക്കും ഒരു വിഷയവും ഇല്ല. അടുത്തറിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, എന്നേക്കാൾ വലിയൊരു വിഷയത്തിലാണല്ലോ ഈ വ്യക്തിയുള്ളത്. നിങ്ങളെ കണ്ടാൽ ഒരിക്കലും അങ്ങനെ പറയില്ല കേട്ടോ. നിങ്ങൾ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ നിങ്ങൾ കരയാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ചിരിച്ചതോ? അവിടെ എല്ലാവരോടും വർത്താനം പറഞ്ഞ് നടന്നതോ? ഇത്രയും സങ്കടവും ചുമന്നുകൊണ്ടാണോ നിങ്ങൾ നടക്കുന്നത്? ആരെ അറിയിക്കണ്ടല്ലോ. ആരോടെങ്കിലുമൊക്കെ നമ്മുടെ സങ്കടം പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ നിന്ന് അവർ അയ്യോ പാവം എന്നൊക്കെ പറയും. അങ്ങോട്ട് മാറി നിന്നേച്ച് അവർ ചിലപ്പോൾ പരിഹസിച്ചു എന്ന് വരും, ചിരിച്ചു എന്ന് വരും. ഇല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ടവരോട് അവർ വില്ലാതെ പറഞ്ഞെന്ന് വരും അതൊക്കെ. പക്ഷേ എനിക്കൊരു ദൈവത്തെ അറിയാം. എൻ്റെ വിഷയം ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം ഉടനെ അടുത്ത വീട്ടിലേക്ക് ഓടിച്ചെല്ലില്ല. അവിടെ ചെന്ന് എൻ്റെ വിഷയം അവരോട് പറയില്ല. എൻ്റെ ഒരു വിഷമം ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞാൽ എൻ്റെ ദൈവം അത് അപ്പുറത്തെ ഒരു സ്ഥലത്ത് പോയി ആ വീട്ടുകാർക്ക് അവന് ഇന്ന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അവരുടെ ഒപ്പം ഇരുന്ന് ചിരിക്കില്ല. പിന്നെയോ എൻ്റെ വിഷയം ദൈവത്തോട് പറഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ എൻ്റെ വിഷയത്തിൽ ദൈവം വിടുതലുകളെ അയക്കും എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ വിഷയത്തിൽ ദൈവം പരിഹാരം കൊണ്ടുവരും. ആ വാക്യം എങ്ങനെ എഴുതിയിരിക്കുന്നറിയാമോ? ഇസ്രായേൽ ജനങ്ങൾ വലിയൊരു പ്രയാസത്തിൽ ഇരിക്കുമ്പോൾ ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് അവർ തെരഞ്ഞെടുത്ത വഴി ഏതാണെന്നറിയാമോ? നെടുവീർപ്പെട്ട് നിലവിളിച്ചു. പ്രാർത്ഥനയുടെ വഴിയാണ്.
ഹല്ലേലൂയ. നിങ്ങളെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളെ അലട്ടുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് വിടുതൽ ആഗ്രഹം ഉണ്ടോ? എങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ട വഴിയാണ് പ്രാർത്ഥനയുടെ വഴി. അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നാളുകളായി കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഒരു ഉത്തരവും കിട്ടാത്ത എത്രയോ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് പരിഹരിച്ചിട്ടുണ്ടെന്നറിയാമോ? ഇപ്പോൾ ഒരു പ്രശ്നം വരുവാണെന്നിരിക്കട്ടെ. ആ പ്രശ്നത്തെ നോക്കി അയ്യോ പ്രശ്നം, അയ്യോ പ്രതിസന്ധി, അയ്യോ കഷ്ടം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇന്ന് വരെയും ഒരാളുടെയും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഒരുപാട് പേര് അങ്ങനെയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, വെല്ലുവിളിയാണ്. അവരോട് പറഞ്ഞു, ഇവരോട് പറഞ്ഞു, അപ്പുറത്തെ ആൾക്കാരോട് പറഞ്ഞു. കഷ്ടം, പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ വന്നത്. ഞാൻ എത്രയോ ധ്യാനങ്ങൾക്ക്, ശുശ്രൂഷകൾക്കൊക്കെ പങ്കെടുത്തു, ഞാനൊരു ശുശ്രൂഷകനാണല്ലോ, എന്നിട്ടും എനിക്ക് ഇങ്ങനെയാണല്ലോ ഉണ്ടായത്. ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി ഞാൻ ആരാധിക്കുന്നില്ല, ഇനി ഞാൻ ശുശ്രൂഷ എന്നൊക്കെ അല്പം മാറി നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ഒരു നിലപാടെടുത്തത് കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല. ഇങ്ങനെയാണ് പ്രശ്നത്തെ നോക്കി പറയുന്നതെങ്കിൽ പിശാചിന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള വഴി വലുതാകും. പിശാചിനിപ്പോൾ നിന്നെ തകർക്കാൻ, കീഴ്പ്പെടുത്താൻ, ഡെസ്പാക്കാൻ, ഡൗൺ ആക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ പിശാചിന് കയറി വരാനുള്ള വഴി വലുപ്പമുള്ളതായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പ്രതിസന്ധികളെ, പ്രയാസത്തെ നോക്കി എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും, എൻ്റെ വിഷയങ്ങൾ ദൈവം ഏറ്റെടുക്കും, എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ദൈവമേ ഈ വിഷയത്തെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ ദൈവം ഏറ്റെടുക്കാൻ തുടങ്ങും. ഞാൻ ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെടുവാൻ തുടങ്ങും. എൻ്റെ ജീവിതത്തിലേക്ക് പിശാചിന് കടന്നു വരാനുള്ള വഴി ചെറുതായി 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 അവസാനം അത് പേസ്റ്റ് ചെയ്ത് അടയ്ക്കും. ദൈവാനുഗ്രഹത്തിന്റെ വഴി നേരത്തെ ഉള്ളതിനേക്കാൾ വലുതായി വലുതായി മാറും. ഇത് ശുശ്രൂഷയുടെ സമയത്ത് സംഭവിക്കണം. ഇത് പ്രാർത്ഥനയുടെ ഈ സമയം സംഭവിക്കണം. എന്തൊക്കെയോ പ്രസംഗം കേട്ടു, എന്തൊക്കെയോ ഒരു പാട്ടുപാടി, കരമുയർത്താൻ പറഞ്ഞു, കരമുയർത്തി, അങ്ങനെ ഒരു ചടങ്ങും ഭാഷണമായി ഈ ഗേറ്റ് കടന്നു പോയി എന്ന് കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല, വലിയ ഗുണമൊന്നും കിട്ടാനുമില്ല. പക്ഷെ പിശാചിന് എൻ്റെ ജീവിതത്തിലേക്ക് ഇത്രയും നാൾ വന്നുകൊണ്ടിരുന്ന വഴി പേസ്റ്റ് ചെയ്ത് അത് അടച്ചു തേച്ച് ആ ഗ്യാപ്പ് അടയ്ക്കണം. എന്നിട്ട് ഇപ്പുറ സൈഡിലുള്ള ദൈവാനുഗ്രഹത്തിന്റെ വഴി കുറച്ചുകൂടെ പ്രാർത്ഥനയിൽ വലുതാക്കണം. പറ്റുമോ? സാധിക്കുമോ? ആഗ്രഹിക്കുന്നവരെല്ലാവരും ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് അനുഭവമാണ്, ഇത് അനുഭവമാണ്. ഇപ്പൊ പറയില്ലേ, ഭയങ്കര പാറ്റയുടെ ശല്യമാണ് മുറിയിൽ. നമ്മളപ്പോൾ ദേഹത്തടിക്കുന്ന സ്പ്രേ മുറിയിൽ അടിച്ചാൽ പാറ്റയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പാറ്റ അവിടെ തന്നെ ഇരിക്കും. ഇച്ചിരി മാറി അപ്പുറത്തെ അലമാരിയുടെ അവിടെ പോയിരിക്കും സേഫായിട്ട്. അപ്പോൾ അറിവുള്ളവർ പറയാം, അവിടുന്ന് ആ കടയിൽ പോയി ആ ഹിറ്റ് മേടിച്ചോണ്ട് വാ, അങ്ങനെ ഒരു സാധനം മേടിക്കാൻ കിട്ടും. ആ റൂമിലേക്ക് ഒന്ന് അത് സ്പ്രേ ചെയ്യാൻ പറയും. അതിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ആ മരുന്നിന്റെ മുമ്പിൽ. അത് ചത്ത് മലക്കും. വൈകുന്നേരം ആകുമ്പോൾ നോക്കും വേണം അലുമാരുടെ സൈഡിലും കട്ടിലിൻ്റെ അടിയിലും ഒക്കെ പാറ്റ ചത്ത് മലന്ന് കിടക്കുന്നത്. ആ ഒരു കാര്യത്തിന് നമ്മൾ എടുത്ത നിലപാടെന്താ? ഒരു പാറ്റയെ മുറിയിൽ നിന്ന് ഒഴിവാക്കാൻ അതിനേക്കാൾ ശക്തമായ ഒരു ആയുധമാണ് എടുത്തത്. ഇന്നലെ ഒരു സ്ഥലത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഈച്ച ഈ കണ്ണിന്റെ ഭാഗത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഭയങ്കരമായിട്ട്. ഞാൻ ഇങ്ങനെ ആക്കി നോക്കി ഈച്ച പോകുന്നില്ല. രണ്ട് കൈയും എടുത്ത് അടിച്ചു നോക്കി, ഈച്ച പോകുന്നില്ല. ചില പ്രാവശ്യം ഞാൻ ആ ഈച്ചയെ അടി എനിക്കിട്ട് തന്നെ കൊണ്ടു. കണ്ണിൽ പോലും കാണാൻ കഴിയില്ലാത്ത ഈച്ചേനെ പോലും ഓടിക്കാൻ അത് ഞാൻ എടുത്ത പല അടികളും എനിക്കിട്ടാ കൊണ്ടത്. ചെറിയ ഈച്ചനെ ഓടിക്കാൻ പോലും തോറ്റുപോയി. കണ്ണിന്റെ വട്ടത്ത് വന്ന് നിൽക്കുന്ന, നോക്കിയാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റുന്ന ചെറിയ ഈച്ച തോറ്റുപോയി. ഈ ഈച്ചനെ കൊല്ലാൻ പോലും പറ്റുന്നില്ല. അത്രേ ഉള്ളൂ നമ്മൾ. ആ ഈച്ചയെ നമ്മൾ അടിക്കുന്ന പല അടികളും നമ്മുടെ ദേഹത്ത് തന്നെ വന്നു കൊള്ളും.
ഈച്ചേനെ അടിച്ചത് പക്ഷെ കൊണ്ടത് എൻ്റെ മേത്താണ്, എൻ്റെ മൂക്കയിലാണ്, എൻ്റെ കണ്ണിലാണ്. നമ്മൾ അതിനേക്കാൾ ശക്തരാകേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വേണോ? നിങ്ങൾ ദൈവവചനത്തിലൂടെ കുറെ കൂടി ശക്തരാകേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി കേട്ടോ.